100 വർഷം മുൻപത്തെ യൂറോപ്പിനെ പറ്റിയൊന്ന് ആലോചിച്ചു നോക്കൂ. ശരിക്കും അതൊരു വെടിമരുന്നുശാല പോലെയായിരുന്നു. ഒരു ചെറിയ തീപ്പൊരി മതിയായിരുന്നു ആ ഭൂഖണ്ഡത്തെ ആകെ കത്തിക്കാൻ. ലോകത്തെ എന്നേക്കുമായി മാറ്റിമറിച്ച ആ മഹായുദ്ധത്തിന്റെ യഥാർത്ഥ കാരണങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. ഒരു പ്രാദേശിക തർക്കം, ഒരൊറ്റ കൊലപാതകം, അതെങ്ങനെയാണ് ലോകചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധങ്ങളിലൊന്നായി മാറിയത്? വാ, നമുക്ക് ഈ ചരിത്ര ദുരന്തത്തിന്റെ ചുരുളഴിക്കാൻ ശ്രമിക്കാം. പക്ഷെ ഓർക്കണം, ആ കൊലപാതകം ഒരു തീപ്പൊരി മാത്രമായിരുന്നു. ആ തീപ്പൊരി വീണതോ പതിറ്റാണ്ടുകളായി യൂറോപ്പിൽ പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു വെടിമരുന്ന് ശാലയിലേക്കും. അപ്പോ എന്തായിരുന്നു ആ വെടിമരുന്ന്? ആ സ്ഫോടനാത്മകമായ സാഹചര്യമൊരുക്കിയ 4 പ്രധാന ശക്തികളെയാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. ചരിത്രകാരന്മാർ ഇതിനൊരു എളുപ്പവഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു കോഡ് വേർഡ് പോലെ. MAIN, അതായത് മിലിറ്ററിസം, അലയൻസസ്, ഇംപീരിയലിസം, നാഷണലിസം. മലയാളത്തിൽ പറഞ്ഞാൽ സൈനികവൽക്കരണം, സഖ്യങ്ങൾ, സാമ്രാജ്യത്വം, പിന്നെ ദേശീയത. ഈ 4 കാര്യങ്ങളും ഒരു ചങ്ങലയിലെ കണ്ണികൾ പോലെ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടന്നതെന്നും യുദ്ധം ഒരു തരത്തിൽ അനിവാര്യമാക്കിയതെന്നും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോ നമുക്ക് ആദ്യത്തെ കണ്ണിയിലേക്ക് വരാം. സാമ്രാജ്യത്വം. വ്യാവസായിക വിപ്ലവം കഴിഞ്ഞ സമയം. യൂറോപ്പിലെ വൻ ശക്തികൾക്കെല്ലാം കൂടുതൽ അസംസ്കൃത വസ്തുക്കൾ വേണം, അവരുടെ സാധനങ്ങൾ വിൽക്കാൻ പുതിയ കച്ചവട സ്ഥലങ്ങൾ വേണം. ഇതിനുവേണ്ടി അവര് ആഫ്രിക്കയിലും ഏഷ്യയിലും കോളനികൾക്കായി ഒരു മത്സരയോട്ടം തന്നെ തുടങ്ങി. ഈ ഓട്ടത്തിൽ പ്രത്യേകിച്ച് ബ്രിട്ടനും പുതുതായി ശക്തി പ്രാപിച്ചുവരുന്ന ജർമ്മനിയും തമ്മിൽ ഒരുതരം ശത്രുത ഉടലെടുത്തു. ശരിക്കും അധികാരത്തിനു വേണ്ടിയുള്ള ഒരു വടംവലി തന്നെയായിരുന്നു അത്. അപ്പോ ഈ ശത്രുത എങ്ങോട്ടാവും നയിക്കുക? സ്വാഭാവികമായും ഒരു ആയുധ പന്തയത്തിലേക്ക്. അവന്റെ കയ്യിൽ അതുണ്ടെങ്കിൽ എന്റെ കയ്യിലും അത് വേണം എന്നൊരു ചിന്ത. ബ്രിട്ടന്റെ നാവികസേനയായിരുന്നു അന്ന് ലോകത്തിലെ ഏറ്റവും വലുത്. അതിനെ വെല്ലുവിളിക്കാൻ ജർമ്മനി സ്വതന്ത്രമായി പടക്കപ്പലകൾ ഉണ്ടാക്കാൻ തുടങ്ങിയതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. എല്ലാ രാജ്യങ്ങളും അവരുടെ സൈന്യത്തിന്റെ വലുപ്പം കൂട്ടാൻ തുടങ്ങി. എന്തിനധികം, യുദ്ധം പ്രഖ്യാപിച്ചാൽ മണിക്കൂറുകൾക്കുള്ളിൽ സൈന്യത്തെ എങ്ങനെ വിന്യസിക്കണം എന്നുള്ളതിന്റെ പ്ലാൻ വരെ അവർ തയ്യാറാക്കി വെച്ചിരുന്നു. ഇതിനൊക്കെ എണ്ണ ഒഴിക്കുന്നത് പോലെയായിരുന്നു അന്ന് യൂറോപ്പിൽ കത്തിപ്പടർന്നുകൊണ്ടിരുന്ന മറ്റൊരു വികാരം, ദേശീയത. പക്ഷെ ഇതുവരം രാജ്യസ്നേഹമായിരുന്നില്ല. എന്റെ രാജ്യം മാത്രം ശരി, എന്റെ വംശം മാത്രം കേമം, ബാക്കിയുള്ളവരെല്ലാം മോശം എന്ന ചിന്താഗതി. ഒരു തരം അക്രമാസക്തമായ ദേശീയത. ഉദാഹരണത്തിന്, ഓസ്ട്രിയ ഹംഗറിയുടെ കീഴിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ഒരു ഗ്രേറ്റർ സെർബിയ ഉണ്ടാക്കണമെന്നായിരുന്നു സെർബിയൻ ദേശീയവാദികളുടെ സ്വപ്നം. അതുപോലെ പണ്ട് ജർമ്മനി പിടിച്ചെടുത്ത അൽസേസ് ലോറെയ്ൻ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം എന്ന വാശിയിലായിരുന്നു ഫ്രാൻസ്. ഈ വാശികളെല്ലാം ചേർന്ന് സംഘർഷം അതിന്റെ പാരമ്യത്തിലെത്തിച്ചു. ഇനി ഈ 3 കാര്യങ്ങളെയും ഒരുമിച്ച് കെട്ടിയിട്ട് ഏറ്റവും അപകടകരമായൊരു വലയെപ്പറ്റിയാണ് പറയാനുള്ളത്: സഖ്യങ്ങൾ. യൂറോപ്പിലെ രാജ്യങ്ങൾ രഹസ്യമായും പരസ്യമായും പല ഗ്രൂപ്പുകളായി തിരിഞ്ഞിരുന്നു. അതായത്, എന്നെ ആരെങ്കിലും തൊട്ടാൽ നീ വന്ന് സഹായിക്കണം, നിന്നെ ആരെങ്കിലും തൊട്ടാൽ ഞാനും വരാം എന്നൊക്കെയുള്ള കരാറുകൾ. ഈ കരാറുകൾ യൂറോപ്പിനെ ശരിക്കും ആയുധങ്ങളുമായി മുഖാമുഖം നിൽക്കുന്ന 2 വലിയ ചേരികളാക്കി മാറ്റി. ഈ വാഗ്ദാനങ്ങളുടെ കെട്ടുപാടുകളാണ് ഒരു ചെറിയ പ്രാദേശിക പ്രശ്നത്തെ ഒരു ലോകയുദ്ധമാക്കി മാറ്റിയത്. ദേ, ഈ കാണുന്നതാണ് ആ 2 ചേരികൾ. ഒരു ഭാഗത്ത് ട്രിപ്പിൾ അലയൻസ്, ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, പിന്നെ ഇറ്റലി. മറുഭാഗത്ത് ട്രിപ്പിൾ എൻറ്റന്റ്, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ. ഇതിലെ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ, ഈ സഖ്യങ്ങളിൽ ഏതെങ്കിലും ഒരൊറ്റ രാജ്യത്തിനെതിരെ ഒരാക്രമണം ഉണ്ടായാൽ മതി, ആ സഖ്യത്തിലുള്ള മറ്റെല്ലാ രാജ്യങ്ങളും ഓട്ടോമാറ്റിക്കായി യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടും. ഒരു ഡോമിനോ എഫക്റ്റ് പോലെ. അപ്പോ വെടിമരുന്ന് റെഡിയാണ്, തീപ്പെട്ടിക്കുള്ളിയും കയ്യിലുണ്ട്. ഇനി വേണ്ടത് ഒരു തീപ്പൊരി മാത്രം. ആ തീപ്പൊരി വീണത് സരയാവോ എന്ന സ്ഥലത്താണ്. യൂറോപ്പിനെ ആകെ കത്തിച്ച ആ ഒരൊറ്റ വെടിയുണ്ടയുടെ കഥയിലേക്കാണ് നമ്മളിനി പോകുന്നത്. തീയതി 1914 ജൂൺ 28. സ്ഥലം ബോസ്നിയയുടെ തലസ്ഥാനമായ സരയാവോ. സംഭവം, ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യത്തിന്റെ അടുത്ത അവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡിന് വെടിയേൽക്കുന്നു. പ്രതി ഗ്യാവറിലോ പ്രിൻസിപ്പ് എന്ന ഒരു സെർബിയൻ ദേശീയവാദി. ഓസ്ട്രിയ ഹംഗറിക്ക് ഉറപ്പായിരുന്നു, ഈ കൊലപാതകത്തിനു പിന്നിൽ സെർബിയ എന്ന രാജ്യം. ഇതൊരു സാധാരണ കൊലപാതകമായിരുന്നില്ല. ഒരു സാമ്രാജ്യത്തിന്റെ കിരീടാവകാശിയാണ് കൊല്ലപ്പെട്ടത്. ഇതിന്റെ പ്രതികാരമായി ഓസ്ട്രിയ ഹംഗറി സെർബിയയ്ക്കൊരു അന്ത്യശാസനം നൽകി. അന്ത്യശാസനം എന്ന് പറഞ്ഞാൽ,
ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കണം. ഇല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് യുദ്ധമായിരിക്കും. പക്ഷെ അവർ കൊടുത്ത വ്യവസ്ഥകൾ ഒരു പരമാധികാര രാജ്യത്തിനും അംഗീകരിക്കാൻ പറ്റാത്തത്രയും കടുത്തതായിരുന്നു. സെർബിയയ്ക്ക് ആ അന്ത്യശാസനം പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതോടുകൂടി ആദ്യത്തെ ഡൊമിനോ വീണു. പിന്നെ നടന്നത് ഒരു ചങ്ങല പ്രതികരണമാണ്. ആരും വിചാരിക്കാത്ത വേഗത്തിൽ യൂറോപ്പിലെ ഓരോ രാജ്യവും ഒന്നിനു പുറകെ ഒന്നായി യുദ്ധത്തിലേക്ക് എടുത്തുചാടുകയായിരുന്നു. ആ ഡൊമിനോകൾ വീണതെങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായി നോക്കാം. ഇനിയുള്ള ദിവസങ്ങൾ മിന്നൽ വേഗത്തിലാണ് മുന്നോട്ടു പോയത്. ഓരോ ദിവസവും ഓരോ രാജ്യം യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. നോക്കൂ, ജൂലൈ 28 ഓസ്ട്രിയ സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. ആദ്യത്തെ കല്ല് വീണു. ജൂലൈ 29 സെർബിയയുടെ സഖ്യകക്ഷിയായ റഷ്യ സൈന്യത്തെ തയ്യാറാക്കുന്നു. ഇത് കണ്ട ജർമ്മനി റഷ്യയ്ക്കെതിരെ ഓഗസ്റ്റ് 1 യുദ്ധം പ്രഖ്യാപിച്ചു. നിർത്തില്ല. ഓഗസ്റ്റ് 3 ജർമ്മനി ഫ്രാൻസിന്റെ സഖ്യകക്ഷിയായ ഫ്രാൻസിനെതിരെയും യുദ്ധമുഖം തുറന്നു. ഇനി കഥയിലെ അടുത്ത ട്വിസ്റ്റ്. ഓഗസ്റ്റ് 4 ഫ്രാൻസിലേക്ക് വേഗത്തിലെത്താൻ ജർമ്മനി നിഷ്പക്ഷ രാജ്യമായ ബെൽജിയത്തെ ആക്രമിച്ചു. ബെൽജിയത്തെ സംരക്ഷിക്കാൻ കരാറുണ്ടായിരുന്ന ബ്രിട്ടൻ അതേ ദിവസം തന്നെ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു ഭൂഖണ്ഡം മുഴുവൻ യുദ്ധത്തിലായി. അപ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, എന്തിനാണ് ജർമ്മനി വെറുതെ ഇരുന്ന് ഫ്രാൻസിനെ ആക്രമിച്ചതെന്ന്? അതിനൊരു കാരണമുണ്ട്. അതാണ് ഷ്ലീഫൻ പ്ലാൻ. ജർമ്മനിയുടെ ഏറ്റവും വലിയ പേടി ഒരേ സമയം റഷ്യയോടും ഫ്രാൻസിനോടും യുദ്ധം ചെയ്യേണ്ടി വരുമോ എന്നായിരുന്നു. അതൊഴിവാക്കാൻ അവരൊരു സൂത്രം കണ്ടുപിടിച്ചു. റഷ്യയുടെ വലിയ സൈന്യം യുദ്ധത്തിന് തയ്യാറായി വരാൻ സമയമെടുക്കും. ആ സമയം കൊണ്ട് മിന്നലാക്രമണം നടത്തി ഫ്രാൻസിനെ പരാജയപ്പെടുത്തുക. എന്നിട്ട് മുഴുവൻ സൈന്യത്തെയും കിഴക്കോട്ട് റഷ്യക്കെതിരെ തിരിക്കുക. ഇതായിരുന്നു പ്ലാൻ. പക്ഷേ ഈ പ്ലാൻ നടപ്പാക്കാനുള്ള ശ്രമമാണ് യുദ്ധം ഇത്ര പെട്ടെന്ന് പടരാൻ കാരണം. ആ ഷ്ലീഫൻ പ്ലാൻ നടപ്പാക്കാനാണ് ജർമ്മൻ സൈന്യം ബെൽജിയത്തിലൂടെ കടന്നുപോയത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ബെൽജിയം ഒരു നിഷ്പക്ഷ രാജ്യമായിരുന്നു. അതായത് അവർ ഒരു യുദ്ധത്തിലും ആരുടെയും പക്ഷം ചേരില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അവരുടെ നിഷ്പക്ഷതയെ മാനിക്കാമെന്ന് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉറപ്പും കൊടുത്തിരുന്നു. അപ്പോ ജർമ്മനി ബെൽജിയത്തെ ആക്രമിച്ചത് ആ വാക്കിന്റെ ലംഘനമായിരുന്നു. അതോടെ ബെൽജിയത്തെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ബ്രിട്ടനും യുദ്ധത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ ബ്രിട്ടീഷ് സാമ്രാജ്യം മുഴുവൻ ഈ മഹായുദ്ധത്തിന്റെ ഭാഗമായി. അപ്പോ ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ നമ്മൾ വീണ്ടും ആ പഴയ ചോദ്യത്തിലേക്ക് എത്തുന്നു. ഈ മഹായുദ്ധം ശരിക്കും അനിവാര്യമായിരുന്നോ? സാമ്രാജ്യത്വവും സൈനികവൽക്കരണവും ദേശീയതയും സഖ്യങ്ങളും ചേർത്തുണ്ടാക്കിയ ആ ചങ്ങലയുടെ ഏതെങ്കിലും ഒരു കണ്ണി പൊട്ടിക്കാൻ ആർക്കെങ്കിലും കഴിയുമായിരുന്നില്ലേ? അതോ ചില സമയങ്ങളിൽ മനുഷ്യരുടെ തീരുമാനങ്ങൾക്കും അപ്പുറം ചരിത്രത്തിന് അതിൻ്റേതായ ഒരു ഒഴുക്കുണ്ടോ? ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. നമസ്കാരം. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തീർന്നുപോകുമെന്ന് എല്ലാവരും കരുതിയ ഒരു യുദ്ധം എങ്ങനെയാണ് ഒരു ലോകം മുഴുവൻ നീണ്ടുനിന്ന ലക്ഷക്കണക്കിന് പേരുടെ ജീവനെടുത്ത ഒരു മഹാദുരന്തമായി മാറിയത്? ഇന്ന് നമ്മൾ ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ തന്ത്രപരമായ ആഴങ്ങളിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. ആ പെട്ടെന്നുള്ള വിജയമെന്ന സ്വപ്നം എങ്ങനെയാണ് തകർന്നടിഞ്ഞതെന്ന് നമുക്ക് നോക്കാം. യുദ്ധം തുടങ്ങിയപ്പോൾ എല്ലാ രാജ്യങ്ങളുടെയും മനസ്സിൽ ഒരൊറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഇത് പെട്ടെന്ന് തീരും. ക്രിസ്മസിന് മുമ്പ് നമ്മുടെ പട്ടാളക്കാർ വീട്ടിൽ തിരിച്ചെത്തും. ഇതായിരുന്നു കണക്കുകൂട്ടൽ. ഒരൊറ്റ മികച്ച നീക്കം, ഒരൊറ്റ മാസ്റ്റർ പ്ലാൻ, അത് മതിയായിരുന്നു വിജയമുറപ്പിക്കാൻ. എല്ലാവരും അങ്ങനെയാണ് വിശ്വസിച്ചത്. അപ്പോ എന്തായിരുന്നു ഈ മിന്നൽ വേഗത്തിലുള്ള വിജയത്തിനുള്ള പ്ലാൻ? നമുക്ക് നേരെ ജർമ്മനിയുടെ ആ തന്ത്രത്തിലേക്ക് കടക്കാം. അവരായിരുന്നു ഇതിന് ചുക്കാൻ പിടിച്ചത്. ഇതാണ് ഷ്ലീഫൻ പ്ലാൻ. ജർമ്മനിയുടെ ഏറ്റവും വലിയ തലവേദന എന്തായിരുന്നു? ഒരു വശത്ത് ഫ്രാൻസ്, മറുവശത്ത് റഷ്യ. ഒരേ സമയം രണ്ടുപേരുമായി യുദ്ധം ചെയ്യേണ്ടി വരും. അതൊഴിവാക്കാനുള്ള വഴിയായിരുന്നു ഈ പ്ലാൻ. ഐഡിയ വളരെ സിമ്പിളാണ്. മിന്നൽ വേഗത്തിൽ ഫ്രാൻസിനെ ആക്രമിച്ച് കീഴടക്കുക. അതിനുശേഷം റഷ്യ സൈന്യത്തെ പൂർണ്ണമായി സജ്ജമാക്കുന്നതിനു മുമ്പേ നമ്മുടെ എല്ലാ സൈനികരെയും കിഴക്കോട്ട് തിരിച്ച് റഷ്യയെ നേരിടുക. കേൾക്കാൻ നല്ലതായിരുന്നു, പക്ഷെ വളരെ അപകടം പിടിച്ചൊരു പദ്ധതിയായിരുന്നു ഇത്. പക്ഷേ യുദ്ധത്തിൽ പ്ലാനുകൾ എപ്പോഴും കടലാസിലൊതുങ്ങാനാണ് പതിവ്, അല്ലേ? ജർമ്മനിക്ക് ആ വലിയ തിരിച്ചടി കിട്ടിയത് മാൺ നദീക്കരയിൽ വെച്ചായിരുന്നു. മാനിൽ സംഭവിച്ചത് ഒരു വൻ വഴിത്തിരിവായിരുന്നു. ഫ്രഞ്ചുകാർ ശക്തമായി തിരിച്ചടിച്ചതോടെ ജർമ്മനിയുടെ മുന്നേറ്റം അവിടെ നിന്നു. അതോടെ ആ വലിയ ഷ്ലീഫൻ പ്ലാൻ എന്ന സ്വപ്നം പൊളിഞ്ഞു. പെട്ടെന്നൊരു വിജയം നടക്കില്ലെന്ന് അതോടെ എല്ലാവർക്കും മനസ്സിലായി. പിന്നെന്തുണ്ടായി? ഇരു സൈന്യങ്ങളും അവിടെ നിലയുറപ്പിച്ചു. പിന്നെ ഓടി നടന്നുള്ള യുദ്ധമല്ല, ഭൂമിക്കടിയിൽ ഒളിച്ചുള്ള യുദ്ധമായി. അതാണ് നമ്മൾ പടിഞ്ഞാറൻ മുന്നണി എന്ന് വിളിക്കുന്ന അടുത്ത 4 വർഷം നീണ്ടുനിന്ന ഭീകരമായ കിടങ്ങ് യുദ്ധത്തിന്റെ തുടക്കം. ഇതോടെ യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മൊത്തത്തിൽ മാറിപ്പോയി. വേഗതയല്ല, ക്ഷമയാണ് പ്രധാനമെന്നായി. ഓരോ ഇഞ്ച് ഭൂമിക്കും വേണ്ടി ആയിരക്കണക്കിന് പേർ മരിച്ചു വീഴുന്ന ഒരു പുതിയ
ഭീകരമായ യാഥാർത്ഥ്യം അവിടെ നിലവിൽ വന്നു. ഈ അവസ്ഥയെയാണ് നമ്മൾ നിശ്ചലാവസ്ഥ അഥവാ സ്റ്റാൽമേറ്റ് എന്ന് പറയുന്നത്. ആർക്ക് മുന്നോട്ടു പോകാൻ പറ്റുന്നില്ല, എന്നാൽ പിന്മാറാനും പറ്റുന്നില്ല, ഒരു കെണിയിൽപ്പെട്ടതുപോലെ. അപ്പോൾ സൈനിക മേധാവികളുടെ മുന്നിലെ ഏറ്റവും വലിയ ചോദ്യം ഇതായിരുന്നു: ഈ കെട്ട് എങ്ങനെ പൊട്ടിക്കും? പടിഞ്ഞാറൻ മുന്നണിയിൽ ഇങ്ങനെ കുടുങ്ങിക്കിടന്നപ്പോൾ യുദ്ധതന്ത്രജ്ഞർ പുതിയ വഴികൾ ആലോചിക്കാൻ തുടങ്ങി. ശരി, നേർക്കുനേർ പറ്റിയില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും? യുദ്ധം മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക. ഇതായിരുന്നു അടുത്ത പ്ലാൻ. ഈ ഒരു ആശയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഗല്ലിപ്പോളി യുദ്ധം. അവർ ചിന്തിച്ചതിങ്ങനെയാണ്: നേർക്കുനേർ ഇടിച്ചു കയറുന്നതിനു പകരം നമുക്ക് ചുറ്റിവളഞ്ഞ് ആക്രമിച്ചാലോ? യൂറോപ്പിലെ ഈ സ്തംഭനാവസ്ഥ മറികടക്കാനുള്ള ഒരു വലിയ ചൂതാട്ടമായിരുന്നു അത്. വിൻസ്റ്റൺ ചർച്ചിലിന്റെ ബുദ്ധിയിലുദിച്ച ഈ പ്ലാനിന് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. 1. ജർമ്മനിയുടെ കൂടെയുള്ള തുർക്കിയെ യുദ്ധത്തിൽ നിന്ന് പുറത്താക്കണം. 2. അതുവഴി കരിങ്കടലിലൂടെ റഷ്യയ്ക്ക് സഹായമെത്തിക്കാനുള്ളൊരു പാത തുറക്കണം. പക്ഷേ ആ തന്ത്രം പാളി. അതൊരു വൻ ദുരന്തമായി മാറി. സഖ്യകക്ഷികളുടെ ആത്മവിശ്വാസം തകർത്തു എന്ന് മാത്രമല്ല, ബൾഗേറിയയെ കൂടി ശത്രുപക്ഷത്തേക്ക് തള്ളിവിടുകയും ചെയ്തു. കരയിൽ കാര്യങ്ങൾ എങ്ങനെ കുഴിഞ്ഞു മറിഞ്ഞപ്പോൾ എല്ലാവരുടെയും കണ്ണ് കടലിലേക്കായി. പ്രത്യേകിച്ച് ബ്രിട്ടന്റെ നാവിക ഉപരോധം ജർമ്മനിയെ ശരിക്കും ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. ആ ഉപരോധം പൊളിക്കാനുള്ള ജർമ്മനിയുടെ ഒരു അവസാന ശ്രമമായിരുന്നു ജെറ്റ്ലാൻഡ് യുദ്ധം. രണ്ടു കൂട്ടരും അവരുടെ ഏറ്റവും പുതിയ ഡ്രെഡ്നോട്ട് കപ്പലുകളുമായിട്ടാണ് വന്നത്. യുദ്ധം കഴിഞ്ഞപ്പോൾ ആർക്കും വ്യക്തമായൊരു വിജയം അവകാശപ്പെടാനായില്ല. പക്ഷേ ജർമ്മൻ കപ്പലുകൾക്ക് പേടിച്ച് തുറമുഖത്തേക്ക് പിൻവാങ്ങേണ്ടി വന്നു. അതോടെ കടലിലെ ആധിപത്യം ബ്രിട്ടൻ ഉറപ്പിച്ചു. ഉപരോധം തുടരുകയും ചെയ്തു. അപ്പോ ചുറ്റുവളയാനുള്ള ശ്രമങ്ങളും കടലിലെ പോരാട്ടവും ഒന്നും ഫലം കണ്ടില്ല. പിന്നെന്ത് ചെയ്യും? തന്ത്രം വീണ്ടും പടിഞ്ഞാറൻ മുന്നണിയിലേക്ക് തന്നെ തിരിച്ചുവന്നു. പക്ഷേ ഇത്തവണ ലക്ഷ്യം ഒന്നേ ഉള്ളൂ: ശത്രുവിനെ തല്ലി ഒതുക്കുകയല്ല, ക്ഷീണിപ്പിച്ച് ഇല്ലാതാക്കുക. വെർഡനിലെ ജർമ്മൻ തന്ത്രം ശരിക്കും ഭീകരമായിരുന്നു. അവരുടെ ലക്ഷ്യം വെർഡൻ എന്ന കോട്ട പിടിക്കുക എന്നതായിരുന്നില്ല. മറിച്ച് ഫ്രാൻസിന്റെ അഭിമാനത്തിന്റെ ചിഹ്നമായ ആ കോട്ടയെ ആക്രമിക്കുമ്പോൾ അതിനെ രക്ഷിക്കാൻ അവസാനത്തെ ഫ്രഞ്ച് സൈനികനും വരുമെന്ന് അവർക്കറിയാമായിരുന്നു. അങ്ങനെ അവരെ ഒന്നൊന്നായി ഇല്ലാതാക്കി ഫ്രാൻസിനെ രക്തം വാർന്നു തളർത്തുക. ഇതായിരുന്നു പ്ലാൻ. 20,000 ഇതൊരു വെറും സംഖ്യയല്ല, ഒരു ദിവസത്തെ കണക്കാണ്. ഒരു തന്ത്രം എത്രമാത്രം പാളിപ്പോയി എന്നതിന്റെ കണക്ക്. ഇതാണ് ആ സംഖ്യയുടെ പിന്നിലെ കഥ. വെർഡനിൽ ഫ്രഞ്ചുകാർ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ അവരെ സഹായിക്കാൻ ബ്രിട്ടൻ തുടങ്ങിയ യുദ്ധമാണ് സോം. അതിന്റെ ആദ്യ ദിവസം മാത്രം കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് സൈനികരുടെ എണ്ണമാണ് ഈ 20,000. ഒരൊറ്റ ദിവസം കൊണ്ട്. അട്രീഷൻ അഥവാ പരസ്പരം തളർത്തുന്ന യുദ്ധത്തിന്റെ യഥാർത്ഥ മുഖം ഇതായിരുന്നു. അപ്പോൾ എന്താണ് ഈ അട്രിഷൻ? വെർഡനും സോമും നമുക്ക് കാണിച്ചു തന്നത് ഇതാണ്. ഇത് ബുദ്ധി കൊണ്ടുള്ള കളിയല്ല, മറിച്ച് ആരാണ് കൂടുതൽ നഷ്ടം സഹിക്കാൻ തയ്യാറാവുന്നത് എന്നതിൻ്റെ ഒരു പരീക്ഷണമാണ്. അവസാനത്തെയാൾ നിൽക്കുന്നതുവരെ പോരാടുക. അതാണ് ഈ തന്ത്രം. ശരി, അപ്പോൾ ഈ യുദ്ധത്തിന്റെ ഗതിയെ, ഈ തന്ത്രങ്ങളിലെ മാറ്റങ്ങളെ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഓർത്തുവെക്കാം? നമുക്കിതിനെ ഒരു ഗുസ്തി മത്സരമായിട്ടൊന്ന് കണ്ടാലോ? നമുക്ക് ഈ യുദ്ധത്തെ ഒരു ഗുസ്തിയായി സങ്കല്പിക്കാം. 1-ാം ഘട്ടത്തിൽ ജർമ്മനി ഒരു നോക്കൌട്ട് പഞ്ചിന് ശ്രമിച്ചു. അതാണ് ഷ്ലീഫൻ പ്ലാൻ. പക്ഷേ ഫ്രാൻസ് മാണിൽ വെച്ച് അത് ബ്ലോക്ക് ചെയ്തു. ശരി, അത് നടന്നില്ല. അപ്പോൾ 2-ാം ഘട്ടം എതിരാളിയുടെ സഹായിയെ, അതായത് തുർക്കിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. അതാണ് ഗല്ലിപ്പോളി. അതും പരാജയപ്പെട്ടു. അതോടെ 3-ാം ഘട്ടമായി. 2 ഗുസ്തിക്കാരും പരസ്പരം കെട്ടിപ്പിടിച്ച് അനങ്ങാൻ പറ്റാതെ നിൽക്കുന്ന ഒരവസ്ഥ. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, പക്ഷേ 2 പേർക്കും ഒരുപോലെ പരിക്കുപറ്റുന്നു. അതാണ് വേർഡനും സോമും. ഇടയ്ക്ക് കടലിലൊരു പോരാട്ടം നടന്നു, ജെറ്റ്ലാൻഡ്. അവിടെയും ആരും ജയിച്ചില്ല. പക്ഷേ ജർമ്മനി പേടിച്ചു പിന്നെ ആ ഭാഗത്തേക്ക് വന്നില്ല. ഇങ്ങനെയായിരുന്നു ആ യുദ്ധം മുന്നോട്ടു പോയത്. അപ്പോൾ ഇതാണ് ഈ യുദ്ധം നമ്മളോട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വലിയ മഹത്തായ തന്ത്രങ്ങളെല്ലാം പരാജയപ്പെടുമ്പോൾ മുന്നിലുള്ള ഒരേയൊരു വഴി പരസ്പരം കൊന്നൊടുക്കി ക്ഷീണിപ്പിക്കുക എന്നതാണോ? ഇത് സൈനിക തന്ത്രങ്ങളെക്കുറിച്ച് മാത്രമല്ല, മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയെക്കുറിച്ചുള്ളൊരു ചോദ്യം കൂടിയാണ്. നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 4 വർഷം നീണ്ട പോരാട്ടം, 9 ദശലക്ഷം സൈനികരുടെ ജീവനാണ് പൊലിഞ്ഞത്. മനുഷ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളിലൊന്ന്. അതെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 1-ാം ലോകമഹായുദ്ധത്തെക്കുറിച്ചാണ്. എല്ലാം തുടങ്ങിയത് ഒരൊറ്റ വെടിയൊച്ചയിൽ നിന്നാണ്. യൂറോപ്പിലെ ഒരു തെരുവീതിയിൽ മുഴങ്ങിയ ശബ്ദം. അതെങ്ങനെയാണ് ഒരു ലോകത്തെ മുഴുവൻ യുദ്ധത്തിന്റെ തീയിലേക്ക് തള്ളിവിട്ടത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ തേടുന്നത്. ഈ വലിയ യുദ്ധത്തെ, അതിന്റെ സങ്കീർണതകളെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഒരു 4 റൗണ്ടുള്ള ഗുസ്തി മത്സരമായിട്ട് കാണാം, അല്ലേ? അപ്പോൾ ഓരോ റൗണ്ടായിട്ട് നമുക്ക് നോക്കാം. ആദ്യ പ്രഹരം, പിന്നെ ആ പദ്ധതിയുടെ തകർച്ച, അതിനെ തുടർന്നുണ്ടായ ആ വലിയ സ്തംഭനാവസ്ഥ, ഗതിമാറിയ നിമിഷം, പിന്നെ അവസാന വിധി. അപ്പോ 1-ാം റൗണ്ട്, ആദ്യത്തെ പ്രഹരം. മണി മുഴങ്ങി. പിന്നെ കാണുന്നത് യൂറോപ്പിലെ വമ്പൻ ശക്തികൾ ഓരോരുത്തരായി ആ യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടുന്നതാണ്.
ഇതൊരു ഡോമിനോ വീഴുന്ന പോലെയായിരുന്നു, നിങ്ങൾക്കറിയാമോ. ഒരു കട്ട വീണതും അതിന്റെ പുറകെ ബാക്കിയുള്ളവയെല്ലാം ചറപറാന്ന് വീണു. ഒരു രാജ്യം യുദ്ധം പ്രഖ്യാപിക്കുന്നു, അതിന്റെ കൂട്ടാളികൾ കൂടെ ചേരുന്നു. അങ്ങനെ ആഴ്ചകൾക്കുള്ളിൽ ഒരു ചെറിയ തീപ്പൊരി ഒരു ഭൂഖണ്ഡം മുഴുവൻ കത്തിപ്പടരുന്ന കാട്ടുതീയായി മാറി. ശരി, അപ്പോൾ എല്ലാവരും കളത്തിലിറങ്ങി. ഇനി ജർമ്മനിയുടെ നീക്കമാണ്. അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഒരു മിന്നൽ ജയം നേടാൻ. ഈ മത്സരത്തിലെ ആദ്യത്തെ വലിയൊരു നീക്കം. അപ്പോൾ ജർമ്മനിയുടെ പ്രശ്നം എന്തായിരുന്നുവെന്നോ? അവർ ശരിക്കും രണ്ട് ശത്രുക്കളുടെ നടുവിലായിരുന്നു. ഒരു വശത്ത് ഫ്രാൻസ്, മറുവശത്ത് റഷ്യ. ഒരേ സമയം രണ്ടുപേരോടും യുദ്ധം ചെയ്യുക, അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ പേടിസ്വപ്നം. അപ്പോൾ ഈ ഒരു കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്കൊരു കിഡിലൻ പ്ലാൻ വേണമായിരുന്നു. അതിനവർ കൊണ്ടുവന്ന പ്ലാനാണ് ഷ്ലീഫൻ പ്ലാൻ. ഇതൊരു വലിയ ചൂതാട്ടം തന്നെയായിരുന്നു. അതായത്, ഒരു ഗുസ്തിക്കാരൻ തയ്യാറായി വരുന്നതിനു മുൻപ് മറ്റേയാളെ ഇടിച്ചു വീഴ്ത്തുക, എന്നിട്ട് മുഴുവൻ ശ്രദ്ധയും രണ്ടാമത്തെ ആളിലേക്ക് തിരിക്കുക. അതായിരുന്നു ഐഡിയ. കേൾക്കാൻ നല്ല സിമ്പിൾ പ്ലാനാണല്ലേ? പക്ഷേ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ല. ഈ ഗംഭീര പ്ലാൻ എവിടെയാണ് പാളിപ്പോയത്? നമുക്ക് നോക്കാം. അപ്പോൾ നോക്കൂ, ഒന്നാമതായി ബെൽജിയം വിചാരിച്ചതിലും കട്ടയ്ക്ക് നിന്നു. പിന്നെ ബെൽജിയത്തെ തൊട്ടപ്പോൾ ബ്രിട്ടൻ യുദ്ധത്തിലേക്ക് വന്നു. പോരാത്തതിന് റഷ്യ ഇത്ര പെട്ടെന്ന് സൈന്യത്തെ റെഡിയാക്കുമെന്ന് ജർമ്മനി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അവസാനം ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും കൂടി മാർനിൽ വെച്ച് ജർമ്മൻ മുന്നേറ്റം തടഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ആ ചൂതാട്ടം അമ്പേ പാളി. അവരെ ഏറ്റവും പേടിച്ചതെന്തായിരുന്നോ അതുതന്നെ സംഭവിച്ചു. രണ്ടതിർത്തിയിലും ചോരയൊഴിക്കേണ്ടി വരുന്ന ഒരു നീണ്ട യുദ്ധം. അപ്പോൾ ഇതോടെ നമ്മൾ ആ ഗുസ്തി മത്സരത്തിലെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് അനങ്ങാൻ പറ്റാതെ നിൽക്കുന്നൊരവസ്ഥ. ആർക്കും ജയമില്ല, തോൽവിയുമില്ല. അനന്തമായൊരു പിടിവലി. ഇതിനെയാണ് സ്തംഭനാവസ്ഥ എന്ന് പറയുന്നത്. ആരും ജയിക്കുന്നില്ല, ആരും തോൽക്കുന്നുമില്ല. ഒരിഞ്ചു മുന്നോട്ടു പോകണമെങ്കിൽ ആയിരക്കണക്കിന് പേരുടെ ജീവൻ കൊടുക്കണം. പടിഞ്ഞാറൻ മുന്നണി അക്ഷരാർത്ഥത്തിൽ ചലനമറ്റ് ഒരു ചതുപ്പിലെന്ന പോലെ ഉറച്ചുപോയി. ഇവിടെയാണ് യുദ്ധത്തിന്റെ മുഖം തന്നെ മാറുന്നത്. ഇരുവശത്തുമുള്ള സൈനികർ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങി. അവർ കിടങ്ങുകൾ കുഴിച്ചു. പിന്നെ ജീവിതം അതിനകത്തായി. ചെളിയിലും മഴവെള്ളത്തിലും എലികൾക്കും ശവങ്ങൾക്കും നടുവിൽ. സ്വിറ്റ്സർലാൻഡ് മുതൽ നോർത്ത് സീ വരെ നീണ്ടുകിടക്കുന്ന ആ കിടങ്ങുകൾ ഭൂമിയുടെ നെഞ്ചിൽ കീറിയ ഒരു വലിയ മുറിവ് പോലെയായിരുന്നു അത്. വെർഡൻ, സോം, ഇതൊക്കെ വെറും സ്ഥലപ്പേരുകളല്ല, ലക്ഷക്കണക്കിന് മരണങ്ങളുടെ ഓർമ്മകളാണ്. 2 വർഷത്തോളം ഒരിഞ്ചു മണ്ണ് പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു തലമുറയെ തന്നെയാണ് അവർ കൊന്നൊടുക്കിയത്. എന്നിട്ടും അവസാനം എന്തുണ്ടായി? ഒന്നും മാറിയില്ല. ആരും ജയിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഈ ഒരു അവസ്ഥയ്ക്ക് ഒരവസാനമുണ്ടോ? ഉണ്ട്. 1917 കളിയുടെ ഗതി തന്നെ മാറ്റിയ 2 വലിയ സംഭവങ്ങൾ നടന്നു. അതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഒരു വശത്ത് റഷ്യൻ വിപ്ലവം കാരണം അവർക്ക് യുദ്ധത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. ജർമ്മനിക്കതൊരു ആശ്വാസമായിരുന്നു. പക്ഷേ അതേസമയം മറുവശത്തെന്തുണ്ടായി? ജർമ്മനി നടത്തിയ അന്തർവാഹിനി ആക്രമണങ്ങൾ കാരണം അതുവരെ മാറി നിന്ന അമേരിക്ക യുദ്ധത്തിലേക്ക് ചാടി വീണു. അപ്പോൾ സംഭവിച്ചതെന്താണ്? തളർന്ന ഒരു കളിക്കാരൻ കളം വിടുന്നു. പകരം നല്ല ഫ്രഷായ, കരുത്തനായ ഒരു പുതിയ കളിക്കാരൻ റിങ്ങിലേക്ക് വരുന്നു. ഇതോടെ നമ്മൾ അവസാന റൗണ്ടിലേക്ക് കടക്കുകയാണ്. അമേരിക്കയുടെ വ്യാവസായിക ശക്തിയും പുതിയ സൈനികരും സഖ്യകക്ഷികൾക്കൊരു പുത്തൻ ഉണർവ് കിട്ടി. ഇനി യുദ്ധത്തിന്റെ വിധി എഴുതപ്പെടും. ജർമ്മനി അവരുടെ അവസാനത്തെ അടവും പയറ്റി ഒരു വലിയ ആക്രമണം തന്നെ നടത്തി. പക്ഷേ അത് വിജയിച്ചില്ല. അമേരിക്കൻ സൈനികരുടെ കൂടിയ പിന്തുണയോടെ സഖ്യകക്ഷികൾ നടത്തിയ തിരിച്ചടി അതിശക്തമായിരുന്നു. അവർ ജർമ്മൻ സേനയെ പിന്നോട്ട് തള്ളിത്തുടങ്ങി. ഒടുവിൽ തളർന്നുപോയ ജർമ്മനി 1918 നവംബർ 11 വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചു. അങ്ങനെ ആ പോരാട്ടം അവസാനിച്ചു. അടുത്ത വർഷം ജൂണിൽ വേഴ്സായ് ഉടമ്പടി ഒപ്പുവെച്ചതോടെ യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചു. പക്ഷേ കഥ അവിടെ തീർന്നില്ല. ജയിച്ചവർ തോറ്റവരെ വെറുതെ വിട്ടില്ല. വേഴ്സായ് ഉടമ്പടി പ്രകാരം യുദ്ധത്തിന്റെ മുഴുവൻ കുറ്റവും ജർമ്മനിയുടെ തലയിൽ കെട്ടിവെച്ചു. അതുപോലെ താങ്ങാൻ പറ്റാത്തത്ര വലിയൊരു തുക നഷ്ടപരിഹാരമായി അടയ്ക്കാനും പറഞ്ഞു. ഇതൊരു സാമ്പത്തിക ഭാരം മാത്രമായിരുന്നില്ല, അതിലുപരി അതൊരു വലിയ അപമാനമായി. അങ്ങനെ 4 വർഷം നീണ്ടുനിന്ന ആ വെടിയൊച്ചകൾ നിന്നു. പക്ഷേ യഥാർത്ഥത്തിൽ സമാധാനം വന്നോ? ആ ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്നാണ്. കാരണം വേഴ്സായ് ഉടമ്പടി ഒരു യുദ്ധം അവസാനിപ്പിച്ചുവെങ്കിലും അതിലും വലിയൊരു യുദ്ധത്തിനുള്ള വിത്തുകൾ പാകുകയായിരുന്നു. വെറും 2 പതിറ്റാണ്ടിനപ്പുറം പൊട്ടിപ്പുറപ്പെടാനിരുന്ന മറ്റൊരു ലോകമഹായുദ്ധത്തിന്റെ വിത്തുകൾ. എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാൻ വേണ്ടിയൊരു യുദ്ധം. പക്ഷേ അതിന്റെ അവസാനം അതിലും ഭീകരമായ ഒന്നിന് തുടക്കമിട്ടു. കേൾക്കുമ്പോൾ ഒരു വിരോധാഭാസം പോലെ തോന്നുന്നുണ്ടല്ലേ? 1-ാം ലോകമഹായുദ്ധത്തിനു ശേഷം സംഭവിച്ചത് കൃത്യമായി ഇതുതന്നെയാണ്. ഒരു സമാധാന ഉടമ്പടി എങ്ങനെ ഒരു ലോകമഹായുദ്ധത്തിന് വിത്ത് പാകി എന്നതിന്റെ കഥയാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോ നമ്മുടെ എല്ലാ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണിത്. എങ്ങനെയാണ് സമാധാനത്തിനു വേണ്ടിയുള്ള ഒരു ശ്രമം അതിലും വലിയൊരു വിനാശത്തിലേക്ക് നയിച്ചത്? ഇത് വെറുമൊരു ചോദ്യമല്ല,
ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. നമുക്ക് അതിന്റെ കാരണങ്ങളിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ വേഴ്സായ ഉടമ്പടിയെ ഒരു ചർച്ചയുടെ ഫലമായി കാണുന്നതിൽ വലിയ അർത്ഥമില്ല. അതായിരുന്നില്ല അവിടെ സംഭവിച്ചത്. ഇത് സത്യത്തില് യുദ്ധത്തില് ജയിച്ച രാജ്യങ്ങള് തോറ്റുപോയ ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച ഒരു വിധിയായിരുന്നു. കടുത്ത, ഒരു ദയയുമില്ലാത്തൊരു വിധി. ആ വിധിയുടെ ഏറ്റവും ക്രൂരമായ ഭാഗം എന്തായിരുന്നെന്നറിയാമോ? ആർട്ടിക്കിൾ 231. ചരിത്രത്തിൽ ഇത് കുപ്രസിദ്ധമാണ്, യുദ്ധക്കുറ്റവ്യവസ്ഥ എന്ന പേരിൽ. അതായത് ഒന്നാം ലോകമഹായുദ്ധം തുടങ്ങാനും അതിലെ സകല നാശനഷ്ടങ്ങൾക്കും കാരണം ജർമ്മനി മാത്രമാണ് എന്ന് അവരെക്കൊണ്ട് നിർബന്ധിച്ച് സമ്മതിപ്പിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കും, ഒരു ജനതയെ മുഴുവൻ ലോകത്തിനു മുന്നിൽ കുറ്റവാളികളാക്കുക. അതിലും വലിയൊരു അപമാനം ഒരു രാജ്യത്തിന് വേറെയുണ്ടോ? അപമാനിച്ചു വിട്ടാൽ മതിയോ? പോരാ, സാമ്പത്തികമായിട്ടും ജർമ്മനിയെ ശരിക്കും നടുവൊടിക്കണമായിരുന്നു. അതിനായി അവർ ചുമത്തിയ നഷ്ടപരിഹാരത്തുക കേട്ടാൽ നമ്മൾ ഞെട്ടും. 6600 ദശലക്ഷം പൗണ്ട്. അന്നത്തെ കാലത്ത് ഒരു രാജ്യത്തിന് താങ്ങാനാവുന്നതിലും എത്രയോ അപ്പുറമായിരുന്നു ഈ തുക. ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു: ജർമ്മൻ സമ്പദ്വ്യവസ്ഥയെ പൂർണ്ണമായും തകർക്കുക. അടുത്ത അടി വന്നത് അവരുടെ ഭൂമിക്ക് മേലെയായിരുന്നു. ഒരുപാട് സ്ഥലങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു. വ്യവസായങ്ങൾക്ക് പേരുകേട്ട അൽസേസ് ലൊറെയ്ൻ പോലുള്ള പ്രധാന പ്രദേശങ്ങൾ ഫ്രാൻസിന് തിരികെ കൊടുത്തു. പടിഞ്ഞാറൻ പ്രഷ്യയും പോസനും പോളണ്ടിനും കൊടുത്തു. ഇതിന്റെ ഫലമായി പോളിഷ് ഇടനാഴി എന്നൊന്നുണ്ടായി. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം എന്തായിരുന്നോ? ജർമ്മനി എന്ന രാജ്യം രണ്ടായി മുറിഞ്ഞുപോയി. സ്വന്തം രാജ്യത്തിന്റെ ഒരു ഭാഗത്തുനിന്ന് മറുഭാഗത്തേക്ക് പോകണമെങ്കിൽ മറ്റൊരു രാജ്യമായ പോളണ്ടിലൂടെ കടന്നുപോകണമെന്ന അവസ്ഥയായി. ഇനിയൊരു യുദ്ധത്തിന് ജർമ്മനി മുതിരരുത്. അതായിരുന്നു അടുത്ത ലക്ഷ്യം. അതിനെന്താ വഴി? അവരുടെ സൈനിക ശക്തി ഇല്ലാതാക്കണം. ജർമ്മൻ സൈന്യത്തിന്റെ അംഗബലം വെറും 100,000 പേരായി ചുരുക്കി. ടാങ്കുകളോ അന്തർവാഹിനികളോ സ്വന്തമായി ഒരു വ്യോമസേനയോ ഒന്നും പാടില്ല. എല്ലാം നിരോധിച്ചു. ഒന്നോർക്കണം, ഒരു കാലത്ത് യൂറോപ്പിലെ ഏറ്റവും ശക്തമായ സൈന്യങ്ങളിലൊന്നായിരുന്നു അവരുടേത്. ആ സൈന്യമാണിപ്പോൾ ഒരു പേരിനു മാത്രമായി ഒതുങ്ങിയത്. അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ചത് ജർമ്മനിയെക്കുറിച്ചാണ്. പക്ഷെ സംഭവം അവിടെ മാത്രം ഒതുങ്ങിയില്ല. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ അവസാനം ശരിക്കും ലോകത്തിന്റെ ഭൂപടം തന്നെ മാറ്റിവരയ്ക്കുകയായിരുന്നു. നൂറ്റാണ്ടുകളോളം തലയുയർത്തി നിന്നിരുന്ന വലിയ സാമ്രാജ്യങ്ങൾ, അവയെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. വേറെയും ഉടമ്പടികളുണ്ടായിരുന്നു. സെന്റ് ജർമ്മൻ ഉടമ്പടി ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യത്തെ ഇല്ലാതാക്കി. അവിടെ നിന്നാണ് ഹംഗറി, ചെക്കോസ്ലോവാക്കിയ, യുഗോസ്ലാവിയ പോലുള്ള പുതിയ രാജ്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുപോലെ ഓട്ടോമൻ സാമ്രാജ്യം തകർന്നത് സെവ്രസ്, ലോസാൻ ഉടമ്പടികൾ വഴിയാണ്. അങ്ങനെ ആധുനിക തുർക്കിയും രൂപപ്പെട്ടു. ചുരുക്കത്തിൽ ഒരുപാട് പുതിയ രാജ്യങ്ങളുണ്ടായി. പക്ഷെ അതോടൊപ്പം വലിയൊരു അധികാരശൂന്യതയും എവിടെയും വംശീയ പ്രശ്നങ്ങളും സംഘർഷങ്ങളും. ലോകം കൂടുതൽ അസ്ഥിരമായൊരവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, രാജ്യങ്ങള്, ഉടമ്പടികള്, നഷ്ടപരിഹാരം, ഇതൊക്കെ ചിലപ്പോ കുറച്ച് സങ്കീർണമായി തോന്നാമല്ലേ? നമുക്കിതൊന്ന് സിമ്പിളാക്കി നോക്കാം. ഒരു സ്കൂളിൽ നടക്കുന്ന ഒരു സംഭവം വെച്ച് ഇതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്ന് സങ്കൽപ്പിക്കുക, സ്കൂളിൽ ഒരു വലിയ വഴക്കുണ്ടായി. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളുടെ തലയിൽ മാത്രം കെട്ടിവെക്കുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിങ്ങളെ അപമാനിക്കുന്നു. ഇതാണ് ജർമ്മനിക്ക് കിട്ടിയ യുദ്ധക്കുറ്റത്തിനുള്ള ശിക്ഷ. അത് കഴിഞ്ഞ് നിങ്ങളുടെ പോക്കറ്റ് മണി മുഴുവൻ പിഴയായി വാങ്ങുന്നു. ഇതാണ് ആ ഭീമമായ നഷ്ടപരിഹാരം. പിന്നെ നിങ്ങളുടെ കളിപ്പാട്ടങ്ങളും സൈക്കിളുമൊക്കെ തല്ലിപ്പൊട്ടിക്കുന്നു. ഇതാണ് അവരുടെ സൈന്യത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ. അവസാനം നിങ്ങളെ ക്ലാസ്സിലെ ഒരു മൂലയിലേക്ക് മാറ്റിയിരുത്തുന്നു, ഒറ്റയ്ക്ക്. ഇതാണ് ഭൂമി നഷ്ടപ്പെട്ടതിലൂടെ അവരനുഭവിച്ച ഒറ്റപ്പെടൽ. ഇത്രയൊക്കെ അനുഭവിച്ചൊരു കുട്ടിയുടെ മനസ്സിലെന്തായിരിക്കും? സങ്കടവും ദേഷ്യവും പിന്നെ അടങ്ങാത്ത പകയുമായിരിക്കില്ലേ? അവസരം കിട്ടുമ്പോൾ തിരിച്ചടിക്കണമെന്ന് തോന്നൽ വരില്ലേ? അത് തന്നെയാണ് ജർമ്മനിയിലും സംഭവിച്ചത്. ഈ അനീതിയും അപമാനവും ഒരു ജനതയുടെ മുഴുവൻ മനസ്സിൽ ആഴത്തിലുള്ള മുറിവുകളുണ്ടാക്കി. ആ മുറിവുകളിൽ നിന്നാണ്, ആ പകയിൽ നിന്നാണ് പിന്നീട് അഡോൾഫ് ഹിറ്റ്ലറെപ്പോലെ ഒരാൾക്ക് വളരാൻ കഴിഞ്ഞത്. അത് നയിച്ചതോ നമ്മൾ കണ്ടതിലും വലിയൊരു യുദ്ധത്തിലേക്കും. ചരിത്രത്തിലെ പല സംഭവങ്ങളും അങ്ങനെയാണ്. അവയുടെ നിഴൽ നമ്മൾ വിചാരിക്കുന്നതിലും ഒരുപാട് കാലം നമ്മളെ പിന്തുടരും. വേഴ്സൈ ഉടമ്പടിയുടെ ആ കറുത്ത നിഴൽ പതിറ്റാണ്ടുകളോളമാണ് യൂറോപ്പിന് മുകളിൽ നിന്നും മായാതെ നിന്നത്. അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾക്ക് ഇന്നും ഒരു കുറവുമില്ല. ഒരു യുദ്ധം ജയിച്ചു കഴിയുമ്പോൾ വിജയികളുടെ മുന്നിൽ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. നീതി നടപ്പാക്കണോ അതോ പ്രതികാരം ചെയ്യണോ? ഇവിടെ അവർ തിരഞ്ഞെടുത്തത് പ്രതികാരത്തിന്റെ വഴിയായിരുന്നു. അതിന്റെ ഫലം എത്ര ഭീകരമായിരുന്നുവെന്ന് ചരിത്രം നമുക്ക് മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കുമുള്ള ചോദ്യം ഇതാണ്: സമാധാനമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ എവിടെയാണ് നമ്മൾ നീതിക്കും പ്രതികാരത്തിനുമിടയിൽ ഒരു വര വരയ്ക്കേണ്ടത്?